എക്സലന്റ് ഗൈഡ് മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജയ് ആനന്ദ്. ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ലിസ്റ്റിൽ നിന്നും വർഷത്തിലെ 12 മാസങ്ങളിൽ ഓരോന്നിലും, അതായത് ജനുവരി തുടങ്ങി ഡിസംബർ വരെയുള്ള 12 മാസങ്ങളിൽ ഓരോന്നിലും എത്ര ബർത്ത്ഡേ വീതമുണ്ടെന്നത് കണ്ടെത്താനുള്ളൊരു ഫോമുലയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഉദാഹരണത്തിന്, ഈ കാണുന്നൊരു ലിസ്റ്റിൽ നിന്നും ജനുവരി മാസം ജനിച്ച ആളുകളുടെ എണ്ണം കണ്ടെത്താനായിട്ട് ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു. ഫോമുല ബാറിൽ ക്ലിക്ക് ചെയ്യുക. ഈക്വൽ സം പ്രോഡക്റ്റ് ഫംഗ്ഷൻ ഡബിൾ നെഗറ്റീവ്, അതായത് ഹൈഫൻ എന്ന സൈൻ 2 തവണ ഉപയോഗിക്കുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ടെക്സ്റ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുക. ഇനി ഈ സെൽ റെഫറൻസുകൾ ആബ്സലൂട്ട് റെഫറൻസ് ആക്കി മാറ്റാനായിട്ട് സെൽ റെഫറൻസുകൾ സെലക്ട് ചെയ്യുക. F4 എന്ന ഫംഗ്ഷൻ കീ പ്രസ് ചെയ്യുക. നോക്കുക, സെൽ റെഫറൻസുകൾ ആബ്സലൂട്ട് റെഫറൻസ് ആയിട്ട് മാറി. കോമ ഡബിൾ കോട്ട്സിനുള്ളിൽ M എന്ന അക്ഷരം 4 തവണ ഉപയോഗിക്കുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഈക്വൽ ജനുവരി എന്ന വാക്ക് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക. വീണ്ടും ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഒരു തവണ കൂടി എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഫോമുല 3 എന്ന സംഖ്യ റിട്ടേൺ ചെയ്തു. അതായത് ജനുവരി മാസം ജനിച്ച 3 ആളുകളാണ് ഈ ലിസ്റ്റിലുള്ളത്. അതറിയാനായിട്ട് ഈക്വൽ ടെക്സ്റ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക. കോമ ഡബിൾ കോട്ട്സിനുള്ളിൽ M എന്ന അക്ഷരം 4 തവണ ഉപയോഗിക്കുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇനി ഈ ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. നോക്കുക, ജനുവരി മാസം ജനിച്ച 3 ആളുകളാണ് ഈ ലിസ്റ്റിലുള്ളത്. ഈ ഫോമുല താഴേക്ക് കോപ്പി ചെയ്യുന്നു. നോക്കുക, ഓരോ മാസവുമുള്ള ബർത്ത്ഡേകളുടെ എണ്ണമാണ് ഈ സെല്ലുകളിലുള്ളത്. ജൂലൈ മാസം 1, 2, 3. ഇനി ഈ മാസങ്ങളുടെ പേരുകൾക്ക് പകരം അവയെ റെപ്രസെൻ്റ് ചെയ്യുന്ന സംഖ്യകളാണുള്ളതെങ്കിൽ നോക്കുക, ജനുവരി മാസത്തിന് പകരം 1, ഫെബ്രുവരിക്ക് പകരം 2, ഡിസംബറിന് പകരം 12. ഈ സംഖ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ഓരോ മാസത്തിലെയും ബർത്ത്ഡേകളുടെ എണ്ണം എങ്ങനെയാണ് കണ്ടെത്തുന്നത് നോക്കാം. ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു. ഫോമുല ബാറിൽ ക്ലിക്ക് ചെയ്യുക. ഈക്വൽ സം പ്രോഡക്റ്റ് ഫംഗ്ഷൻ ഡബിൾ നെഗറ്റീവ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇത്തവണ മന്ത് ഫംഗ്ഷനാണ് നമ്മൾ ഉപയോഗിക്കുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുക. F4 എന്ന ഫംഗ്ഷൻ കീ പ്രസ് ചെയ്യുക. സെൽ റെഫറൻസുകൾ അബ്സലൂട്ട് റെഫറൻസ് ആയിട്ട് മാറി. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഈക്വൽ ജനുവരി മാസത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന 1 എന്ന സംഖ്യ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഒരു തവണ കൂടി എൻ്റർ കീ പ്രസ് ചെയ്യുക. നോക്കുക, ഫോമുല 3 എന്ന സംഖ്യ റിട്ടേൺ ചെയ്തു. ഇനി ഈ ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാം. വർഷത്തിലെ ഓരോ മാസത്തിലെയും ബർത്ത്ഡേകളുടെ എണ്ണം കണ്ടെത്താനുള്ള ഫോമുല പ്രയോജനപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ റിലീസിന് അതേ സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. വിഷ് യു ഗ്രേറ്റ് ഡേ.